and welcome to Comedy Master. അത്രയും ബഹളം വെക്കണ്ട. ബഹളം വെച്ച ശ്വേത ചേച്ചി അറിയും നമ്മളിവിടെ എത്തിയെന്ന്. ആ ശ്വേത ചേച്ചി, ഓ എന്റെ അഖിലേ, ശ്വേത ചേച്ചിക്കുള്ള സർപ്രൈസ് അല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓ ബൈ ദ വേ പ്രേക്ഷകരെ, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആസ് യു ക്യാൻ സി, ഒരു സൈഡിൽ നമ്മുടെ കിടിലങ്ങൾ, മറ്റേ സൈഡിൽ അതിലും വലിയ കിടിലങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഗസ്റ്റുകളൊക്കെ ഫുൾ പോളി ഗസ്റ്റുകളാണ്. ബൈ ദ വൈ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനായിരിക്കും ഇത് മൊത്തം സെറ്റ് ചെയ്തെന്നുള്ളത്. അങ്ങനെ വിചാരിച്ചിട്ടില്ല. അവർക്ക് എന്നെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഇംപ്രഷൻ ആയിരിക്കുമല്ലോ എന്നെ പറ്റി. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. നോബി ചേട്ടാ, ഒരു ഈവന്റ് കമ്പനീനെ ഞാൻ അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം. നിങ്ങള്? നമസ്കാരം മാഡം, ഞങ്ങള് ഇവന്റ് മാനേജ്മെന്റ്. ആ ഓക്കെ. ഇവളും മാനേജ്മെന്റ് ആണ്. നിങ്ങളുടെ പേരെന്നായിരുന്നു? നിങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റിന്റെ ടെൻഷൻ ഫ്രീ. ടെൻഷൻ ഫ്രീ. ഓ, നിങ്ങള് മറ്റേ ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് തരുമായിരിക്കും. മേഡം അങ്ങനെയല്ല, മേഡത്തിന് ടെൻഷനൊക്കെ ഞങ്ങൾ ഇങ്ങ് എടുക്കും. ഇംപ്രസീവ്. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്? എല്ലാം സെറ്റ് ആണ്. A to Z കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. ഗസ്റ്റ് വരുമ്പോ കൊടുക്കാനുള്ള ബൊക്ക റെഡി അല്ലേ? ബൊക്ക എടുത്തില്ലേ? നീ എടുത്തില്ലേ? ബൊക്ക നീ എടുത്തില്ല? ഇല്ല, നീ എടുത്തില്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്റെ സ്റ്റാഫ് ആണെന്ന് പറഞ്ഞ എന്റെ കൂടെ കുടിക്കുന്നത്? നിനക്ക് മാസം ഞാൻ ശമ്പളം തന്നത് അല്ലാതെ ടെൻഷൻ ഫ്രീ എന്ന് തുടങ്ങി അന്ന് തുടങ്ങിയാണ് എന്റെ ടെൻഷൻ. ഓക്കെ, അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റാന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ടൊരു ഇത് പോട്ടെ. ഗസ്റ്റിന്റെ കാര്യം നിങ്ങൾ വിടും. നമുക്കിപ്പോ ഒരാളെ ആണ് സർപ്രൈസ് ചെയ്യേണ്ടത്. അപ്പൊ ശ്വേത ചേച്ചിക്കുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. എല്ലാം സെറ്റാണ്. എന്നാ ഒരു കാര്യം ചെയ്തോ, കേക്ക് കൊണ്ടുവന്നു. അപ്പഴത്തേക്ക് ഞാൻ പോയി പുള്ളിക്കാരി. എന്താ മാഡം, കേക്ക് കൊണ്ട് കേക്ക് എല്ലാം റെഡിയാണ്. കേക്ക് റെഡിയല്ലടാ, കേക്ക് മുറിക്കുള്ള കത്തി എടുത്തിട്ടുണ്ട്. അപ്പൊ കേക്ക് എടുത്തില്ലേ? കേക്ക് നീ എടുത്തില്ലേ? കത്തി മാത്രം എടുക്കാൻ, നീ കേക്ക് കൂടി എടുക്കണ്ടേ? കേക്ക് എടുത്തില്ല. നീ കേക്ക് എടുത്തില്ല. നീ കേക്ക് എടുത്തില്ല. നീ എന്തിനാടാ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്റെ കൂടെ എന്റെ സ്ഥാപനത്തെ പറഞ്ഞ് കൂടുതൽ ഞാനിങ്ങനെ പോയാൽ ബേബിനോടും കൂളിനോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം നടക്കുമോ? നടക്കും, എല്ലാം നടക്കും. യോ, നിങ്ങളുടെ ഈ കോൺഫിഡൻസ് ആണ് എനിക്ക് അതിലും പേടിയായി. ഞാനൊരു കാര്യം പറയട്ടെ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്റെ പൊളിയാറാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുക്കാണ്ട് നിങ്ങൾക്ക് തന്നത്. എങ്ങനെയെങ്കിലും അറ്റ് എനി കോസ്റ്റ് എനിക്ക് കേക്ക് ഇവിടെ എത്തണം. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഓക്കെ ചേട്ടാ, ബാക്കി സാധനങ്ങൾ കാര്യം പറഞ്ഞു. ആകെ കോളായിരിക്കുന്ന അവസ്ഥയാണ്. വേറൊരു കാര്യം, നമ്മള് പാർട്ടി പോപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? പാർട്ടി പോപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോന്ന്? എടാ, ഈ പൊട്ടിക്കണ സാധനം കേക്ക് കട്ടിയുമ്പോ ഒരു കാര്യം പറയട്ടെ, ഒരു 3 ഗുളി കൊടുക്കാമോ? എന്തോ കൊണ്ടുവന്നുള്ള അടുത്തുള്ള മറന്നു. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആണ്. കാരണം അത്രയും ഞാൻ ആരാധിക്കുന്ന ഒരു മാഡമാണിത്. കേരള മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള മാഡത്തിന്റെ ഫസ്റ്റ് പടമുണ്ടല്ലോ അനശ്വരം. അനശ്വരത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, താരാപഥം തേജോപഥം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, അത് ഞാൻ ഹരം കൊണ്ട് എത്രയോ തവണ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാഡമായിട്ട് ഭയങ്കര കണക്ഷനായി. മാഡത്തിന്റെ വീട്ടിൽ പോവാറുണ്ട്, ലൊക്കേഷനിൽ പോവാറുണ്ട്, ഉദ്ഘാടന വേദികൾ പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കമ്പനിയായി. ഇപ്പൊ മാഡത്തിന്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണുമ്പോ ചേർത്ത് നിർത്തിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളോട് ഞാനും കണ്ടല്ല. ഞാൻ മാഡമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാമോ? എനിക്കറിയില്ല. കാണാ, ഞാനെടുത്ത ഫോട്ടോ കാണാ കാണടാ. ഓക്കെ, ഫോട്ടോഷോപ്പ് ഇത്ര വൃത്തിയായിട്ട് ചെയ്യായിരുന്നു. ഇതാണ്, ഇത് കണ്ട ആൾക്കാർ വിശ്വസിക്കും. ഒറിജിനാലിറ്റി ഉണ്ട്. വെട്ടി ഒട്ടിച്ച സാധനം നല്ല എല്ലാവർക്കും അറിയാൻ പറ്റും. എന്തെങ്കിലും ആയിക്കോട്ടെ, മാഡത്തിനൊന്ന് കാണണം, പരിചയപ്പെടണം, കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം, പറ്റിയാൽ ഒരു ഹഗ്ഗും മേടിക്കണം. ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനു വേണ്ടി നമ്മൾ ഇവിടെ മരിച്ച് പണിയെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ സാറേ. വെൽക്കം ഡ്രിങ്ക് ഓക്കെ അല്ലേ? വെൽക്കം ഡ്രിങ്ക് ഓക്കെയാണ്. ഓ, അത് മതി. കലക്കിയില്ലേ നീ? കലക്കി. പക്ഷെ അതൊക്കെ അവനെടുത്ത് കുടിച്ചു. വെൽക്കം ഡ്രിങ്ക് എടുത്ത് കുടിച്ചിട്ട് മര്യാദ ഇല്ലാതെ ഞാൻ കണ്ടാണല്ലോ. സംസാരിക്കില്ലേ? തെളിവുണ്ട തെളിവുണ്ട നിന്റെ വയറ് തന്നെ തെളിവല്ലടാ. 100 ആളുടെ വെള്ളം എടുത്ത് കുടിച്ചോണ്ട് അവൻ ഇവിടെ വയറ്റിലേക്കാണ് വയറ് പാലാരിയോട്ട് കേട്ടോ. അവൻ ഭർത്താൻ പറയണത് നാണാവൂലടാ. ഒരു സീരിയസ് മാറ്റർ പറയുന്നത്. എന്താണ് പറ? ഇന്നത്തെ ഇവന്റില്
ഫസ്റ്റ് പന്തി ഞാനിരുന്ന് ഫുഡ് കഴിക്കും. അപ്പൊ ഇവിടെ ആരുടെ വിളമ്പാനുള്ളത്? അതൊന്നും എനിക്കറിയണ്ട. നമ്മുടെ ഇവന്റിന് ഫുഡ് തികയാറില്ല, അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിക്കും. എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല. സോറി. അതെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ സമയമാണ്. എലീന, ആ, പറ. ഞങ്ങള് കേക്കും പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാൻ പോയാണ്. മാഡത്തിനെ വിളിച്ചോ? ആണോ? എന്താ നമുക്ക് ചേച്ചിയെ വിളിച്ചിട്ട് വരാം. വാ. ഹാപ്പി ബർത്ത്ഡേ ശ്വേത എന്റെ ചേച്ചി. പ്രേക്ഷകർ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ കാണിക്കും. പലതവണയായിട്ടും സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, അങ്ങനെ ബർത്ത്ഡേ ഇതുപോലെ സർപ്രൈസ് സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? എനിക്ക് സർപ്രൈസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. And എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഞാൻ എന്താ പറയാ പ്രസവിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു ഓക്കെ. സർപ്രൈസ് തന്ന. ഓ ഗോഡ്, കേക്കട്ടെ വാ കേക്കട്ടെ. this is so ലൈക് ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ പണ്ട്? അതോ ഇറ്റ് വാസ് ലൈക് നോർമലി വീട്ടിലുള്ള സെലിബ്രേഷൻ? അല്ല, ഒബ്വിയസ്ലി സർപ്രൈസസ് എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അത്ര നന്നായി ഹാൻഡിൽ ചെയ്യാറില്ല. പക്ഷെ ദിസ് ഇസ് ലൈക്ക് അമേസിങ്. ആണോ? ആദ്യമായിട്ട് ഓഫ് കോഴ്സ് ആ ഡയറക്ടർ അനുജ് താങ്ക് യു സോ മച്ച്. അമൃത TV, താങ്ക് യു സിന്ധു, താങ്ക് യു ദ ഹോൾ ഗ്യാങ്, താങ്ക് യു കോഡെക്സ്, താങ്ക് യു എലീന, താങ്ക് യു മൈ ബച്ചാസ്. ഒരു ഗിഫ്റ്റും കൂടെ തരട്ടെ ഞാൻ? അയ്യോ പ്ലീസ് പ്ലീസ്. ഇപ്പൊ എന്തായിരിക്കും ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരാൻ ചാൻസ് ഉണ്ടാവുക? ഞാൻ എന്നെ ആയിരിക്കും തരാൻ ചാൻസ് ഉണ്ടാവുക. പ്ലീസ് ഡോണ്ട് മേക്ക് മീ ഇമോഷണൽ. റെഡി? കണ്ണടയ്ക്കാം. ഓക്കെ. കള്ളത്തരം ഞാൻ പറയാണ്ട് തുറക്കരുതേ. ബർത്ത്ഡേ ഗിഫ്റ്റ് ഇപ്പൊ വരും. ഇപ്പൊ കണ്ണിക്കൂടെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ടാവും അല്ലേ? ഒരുപാട് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ എന്തായിരിക്കും എന്നുള്ളൊരു അല്ല, ഇതൊക്കെ ജാൻമണിയുടെ ഓരോ ബലത്തരങ്ങളാണ്. Are you ready for your birthday gift? Okay. ആരാന്ന് പറഞ്ഞോ? ഗസ് ചെയ്യും തോന്നുന്നില്ല. എനി ഗസ്? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇൻഡസ്ട്രീനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ഫ്രണ്ട്ഷിപ്പിന്, അതായത് സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന് ഭയങ്കര ഒരു വാല്യൂ നൽകുന്ന ഒരാളാണ് ശ്വേതാ മേനൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ കുഞ്ഞു കുറുമ്പി. ഹാപ്പി ബർത്ത്ഡേ! ഓസ്ട്രേലിയയിലായിരുന്നു ഞാൻ ഇന്നലെ അറിഞ്ഞത്. ഇവിടെ ഇന്ത്യയിൽ വന്ന് തന്നെ I came for you. അപ്പൊ ഇത് ഡോക്ടർ ഉഷ മേനൻ, കാസർഗോഡിലെ ഒരു വലിയൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അതെല്ലാം ഉപരി നമ്മൾ ബെഞ്ച് മേറ്റ്സ് ആയിരുന്നു. നമ്മൾ 3 പെൺകുട്ടികള്, ഷെറീന, ഞാൻ, ഉഷ. ആൻഡ് എന്നെ ഒരുപാട് കോപ്പി ചെയ്യാൻ പഠിപ്പിച്ചിട്ടായിരുന്നു ഇവള്. ഞാൻ സെന്ററിൽ, ഉഷ ലെഫ്റ്റില്, ഞാൻ സെന്ററിൽ. ഷെറീന വലിയൊരു അഡ്വക്കേറ്റ് ആണ്. ഷീസ് ഇൻ ദുബായ്. കുസൃതികള് ഒരുപാടുണ്ടായിരുന്നില്ല. അതെ, ബ്യൂട്ടി പാർലറിൽ പോവുക, അതും യൂണിഫോമിലെ. ഞങ്ങൾ +2 ഒന്നിച്ച് പഠിച്ചതായിരുന്നു. വലിയ കുസൃതി പറയോ ചേച്ചി? ചേച്ചിയുടെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് അന്ന് ഒരു ലവ് ഉണ്ടായിരുന്നു. ബുദ്ധിയുള്ള കാര്യമല്ല, ഞങ്ങൾക്ക് അറിയാവുന്ന അന്നത്തെ ദൈവമേ പോയി. കൈമാറുന്നുണ്ട്, കണ്ണുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, സിനിമയ്ക്കൊക്കെ പോയില്ല. അതെ, കൊറേ. പിന്നെ സിനിമയിൽ പോയിട്ടെങ്കിലും
ഐ തിങ്ക് നമ്മൾ നമ്മുടെ പ്രൊഫഷന്റെ പറ്റി ഒന്നും സംസാരിക്കാറില്ല. ഐ എം സർപ്രൈസ്ഡ് ബിക്കോസ് എനിക്കറിയാം ഉഷേനെ എപ്പോഴും വിളിക്കുമ്പോൾ ഞാനിപ്പോൾ സർജറിക്ക് പോവാണ്, ഞാൻ ഇതിന് പോവാണ്, അതിന് പോവാണ് എന്നൊക്കെ പറയുന്ന ആള് കാസർഗോഡ് വിട്ടിവിടെ വന്നു. ദാറ്റ്സ് ലൈക്ക് എ ബിഗ് സർപ്രൈസ് ആൻഡ് ബിഗ് സാക്രിഫൈസ്. കുറച്ച് സർപ്രൈസും കൂടെ നമുക്ക് കൊടുക്കാം. ഇനി കുറച്ച് സർപ്രൈസും കൂടെ. പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തീർക്കാൻ പറ്റുമോ അല്ലേ? വേറൊന്നുമല്ല, കുറച്ച് പഴയ ഫോട്ടോസാ മോളൂസേ. കാണാം പഴയ കുറെ ഫോട്ടോസ്. ഡോക്ടറിന്റെ ഉണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. Happy birthday to you, my dearest buddy and soul sister. It's amazing to see my bestie who shared a school bench with me now lighting up the silver screen. നിന്റെ ബർത്ത്ഡേ ഓർക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്നത് നമ്മുടെ സ്കൂൾ ഡേയ്സ് ആണ് മനസ്സിൽ. സ്പെഷ്യൽ ക്ലാസ് ബങ്ക് ചെയ്ത് നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയത് ഓർമ്മയില്ലേ? ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൽ, ദാറ്റ് ടു ഇൻ സ്കൂൾ യൂണിഫോം. From those KV days of sneaking out to watch movies to gracing the big screen, you have come a long way, my darling. I'm so proud to see you shining as the star you are. May your birthday be as fabulous as your journey has been. Keep shining. The best is yet to come. Anuj, come here please. Forget about recording. Come here. Everybody, thank you so much. And Happy birthday to you. അടിപൊളിയായിരുന്നു. അവൾ എന്ത് അവൾ ടീമും ഈവന്റ് മാനേജ്മെന്റ് ഇവരായിരുന്നു ഇത് എനിക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഇനി കളറാക്കണ്ടേ? പിന്നെ ബ്രേക്ക് എടുക്കണ്ടേ? ബ്രേക്ക് എടുക്കാൻ പറ്റേ? അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇത്രയും സർപ്രൈസ് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത് എനിക്ക് മാത്രം തന്നില്ല. അല്ല എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. പൈസ ആണോ? അല്ല അത് ഞാനാ ഡീൽ ചെയ്യുന്നേ. ചേട്ടാ എനിക്ക് മനസ്സിലായി. ആ ചേട്ടൻ പറയാൻ കേക്ക് ഒരു ഹഗ് കൊടുത്തേക്ക് നോബി ചേട്ടാ. ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. കോമഡി മാസ്റ്റേഴ്സ് ഗംഭീരമായി. നാളെ ഷുഗർ 600 ആവും മിക്കവാറും. പ്രിയ ക്ലാസ് കോമഡി മാസ്റ്റേഴ്സിന്റെ ആഘോഷത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഗാനമേള രാത്രി കൃത്യം 9:30 തന്നെ ആരംഭിക്കുകയാണ്. പ്രശസ്ത പിന്നണി ഗായകനും ഞെക്കടസിയുമായ ശർമ്മ കൊല്ലവും പ്രശസ്ത പിന്നണി ഗായകൻ വഴിപ്പിടി മനോജും ചേർന്ന് അവതരിപ്പിക്കുന്ന മെഗാ ഗാനമേള കൃത്യം 9:30 തന്നെ ആരംഭിക്കുന്നത്. കൊല്ലം ശർമ്മയുടെയും വഴിപ്പിടി മനോജിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കമ്മറ്റിക്കാരെന്തോ അറിഞ്ഞു പറയാൻ വേണ്ടി പണ്ടത്തെ കൗണ്ടറുകൾ അടിച്ച് ബാറ്ററി നിറയ്ക്കാൻ നോക്കണ്ട. ഇത് അങ്ങനത്തെ ബാറ്ററി അല്ല, പുതിയ കൗണ്ടർ അടിച്ച് തിരിപ്പിച്ചാലേ ഈ ബാറ്ററി നിറയും.
ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതെ. ഈ ബാറ്ററി മാനേജ് ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മാക്സിമം ചാർജ് കയറ്റി വെക്കണം. ഞങ്ങൾ 3-4 കൗണ്ടറിലൊക്കെ തപ്പിപ്പറക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനുള്ള സാധനങ്ങൾ നമ്മളതിലുണ്ട്. പിന്നെ നിങ്ങൾ കൂടെ കൈയടിച്ച് കയറ്റി വെച്ചങ്ങ് ചാർജ് ചെയ്ത് തരണം. അപ്പൊ നമ്മൾ തുടങ്ങിയാലോ? അപ്പൊ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയായി. താങ്ക് യു. അടുത്ത ഗാനം വേദിയിൽ ആലപിക്കുന്നത് വഴിയിൽ യേശുദാസ്. വഴിയിൽ യേശുദാസ് അല്ലടാവേ, തിരുവനന്തപുരം വഴിയിലെ യേശുദാസ്, അങ്ങനെ വിളിച്ചു പറയാം. ഒട്ടനവധി പ്രോഗ്രാമുകളിലൂടെയും കൂടാതെ അമൃത ടിവിയിലെ സൂപ്പർ സ്റ്റാർ എന്ന പ്രോഗ്രാമിന്റെ ഓഡിഷൻ എത്തിയ പെങ്കൊച്ചിന്റെ മാല പൊട്ടിച്ച് ഓടി അതിന്റെ ഡയറക്ടർ വൈറ്റിലെ പാലത്തിനടിയിൽ തിരിച്ച് മൂക്കാമട്ട പൊട്ടിച്ച്. നീ എങ്ങോട്ടാ പറഞ്ഞു കയറി പോകുന്നത്? ബാക്കിയുള്ള തല്ലുകൊള്ളിക്കാൻ വേണ്ടിയാണോ? നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം അവിടുന്ന്. അവൻ പറയാൻ വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മോഹൻലാൽ അഭിനയിച്ച ഈ സൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നും പ്രമദവനം വീണ്ടും എന്ന ഗാനം പാടുന്നില്ല. അതെന്താ പാടാത്തെ? ഈ പാട്ട് പാടി കഴിയുമ്പോഴേ ഈ അടി കിട്ടുന്നതേ അന്ന് അവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പാടാത്തത്. എന്നൊക്കെ തല്ലുകൊള്ളിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ നീ ഹലോ, മോഹൻലാലിന്റെ പാട്ട് പാടാ നീ ഇവിടുന്ന് പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് അനന്തപുരം എന്ന ചിത്രത്തിലെ ഹരിമുരളിയുടെ ഒന്ന് ഗാനം ആലപിക്കുന്നു. പാടരുതെന്നാ പറഞ്ഞത്. ഇപ്പൊ സമയം എന്തായെന്ന് കണ്ടല്ലേ? കൃത്യം 10 മണി കഴിഞ്ഞാൽ സുഹൃത്തെ ഞാൻ അടിച്ചിരിക്കും. അതാണ് വലിയ കാര്യം. ഞാൻ 7 മണി കഴിയുമ്പോഴേ 4 പേർക്ക് അടിക്കും. ഞാനും നോബിയൊക്കെ അങ്ങനെയാണ്. അല്ലടാ നോബി? കള്ളു കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. 10 മണി കഴിഞ്ഞ് മൈക്ക് സെറ്റിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ 10 മണി വരെ വിളി സാധിച്ച ഇടിച്ചിന്റെ പരിപ്പളക്കെന്നാ പറഞ്ഞത്. ഇപ്പൊ സമയം എത്രയായി? 9:50. 9:50 ഉള്ളൂ. ഈ സമയം കിടക്കുമല്ലേ? ഞാൻ പാടി ഒപ്പിച്ച് തീർത്തോളാം. പോരെ? ഓക്കെ അല്ലേ? അവിടെ അപ്പൊ ഞാൻ പാടുന്നു ഹരിമുരളീരവം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം. 9:55. മധുമൊഴിരാതെ നിന്നെ തേടി. 56, 57, 58, 59, ഇതെന്നാണ് സുനാമി വന്നിട്ട് പോയതാണ് അവിടുന്ന്? എന്റെ ദൈവമേ, സാധാരണ ഞാൻ പാട്ട് പാടിച്ചും മഴ പെയ്യിക്കാറുള്ളത്. പാട്ട് പാടിച്ചിട്ട് മൂത്രം ഒഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എന്റെ ദൈവമേ, ഏതായാലും കമ്മിറ്റിക്കാർക്ക് ഇതിനുള്ള വാടക കൊടുക്കാനുള്ള പൈസ തരുന്നിട്ടോ തോന്നില്ല. പാട്ട് പാടി മുഴുവിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അല്ല, ഞാൻ പാടിയില്ലല്ലോ. നീ ഇപ്പൊ പാടിയല്ലേ? ഞാൻ പാടിയില്ല. ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചല്ലേ. ഏത് കൂട്ടുകാരെ? ഹരിമുരളി രവം. അല്ല, രവി വള്ളിയിടാൻ മറന്നു പോയതാ. തേടി എന്നൊരു സംഭവം. തേടി എന്ന് പറയാൻ ഞങ്ങളുടെ കൂടുതൽ പാട്ട് പാടാൻ വന്നൊരു ഫീമെയിൽ സിംഗർ ഉണ്ട്. അവൾ ഇവിടെ എങ്ങാണ്ടോ കറങ്ങി നടപ്പുണ്ട്. അപ്പൊ ഞാൻ അവളെ എവിടെ ആടീന്ന് വിളിച്ചത്. അങ്ങനെ എവിടെയാണെങ്കിലും അവിടെ ഇരിക്കട്ടെ. നീ സംഗീതമായിട്ട് ബന്ധമില്ല, മനസ്സിലായി? ആര് പറഞ്ഞു? അതുകൊണ്ടാണ് എനിക്കുള്ള പ്രശ്നങ്ങൾ വരുന്നത്. എനിക്ക് സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നല്ല ഞാൻ വരുന്നത്. എന്താ സംഗീത പാരമ്പര്യം? എന്റെ മുത്തച്ഛൻ കവിത എഴുതുന്ന ആളായിരുന്നു. എന്റെ മുത്തച്ഛൻ കവിത ഏത് പാട്ട് എഴുതുന്നുണ്ടാ? ഹരിമുരളീരവം എന്ന് പറയുന്ന പാട്ടില്ലേ, അതിനകത്തുള്ള നീട്ടം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ആരാ? എന്റെ മുത്തച്ഛനാ. മധുമൊഴിരാതെ നിന്നെ തേടി. ആ നീട്ടം ഉണ്ടാക്കിയത് എന്റെ മുത്തച്ഛനാ. എന്നെ സോം മാറ്റിക്കരുത്. എടാ, അത് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികളും മറ്റേ രവീന്ദ്ര മാഷിന്റെ സംഗീതമാണ്. രവീന്ദ്ര മാഷ് സംഗീതം ചെയ്തു. ഗിരീഷ് പുത്തഞ്ചേരി സാറുണ്ടല്ലോ, അത് പറഞ്ഞു കൊടുക്കത്തുള്ളൂ. എഴുതുന്നത് ആരാ? എന്റെ മുത്തച്ഛനാ. എന്റെ മുത്തച്ഛൻ എഴുതും, ദാസേട്ടൻ പാടും. മുത്തച്ഛൻ എഴുതും, ദാസേട്ടൻ പാടും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ലാസ്റ്റ് വരി ഉണ്ടല്ലോ, മധുമൊഴിരാതെ നിന്നെ തേടി. അവിടെ വന്നപ്പോ പേനല്ല മഷി തീർന്നു പോയി. അപ്പോഴത്തേനും ദാസേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു, ദാസേട്ടാ, ആ തേടി എന്നുള്ളതൊന്നും നീട്ടിപ്പിടിച്ചോ,
ഞാൻ പോയി ഒരു പേന മേടിച്ചോണ്ട് വരട്ടെ പുള്ളി പോയി പേന മേടിച്ചോണ്ട് തിരിച്ചു വരുന്ന വരെ ദാസേട്ടൻ അവിടെ നിന്നങ്ങ് നീട്ടി. അങ്ങനല്ലേ ആ നീട്ടം ഉണ്ടായത്. എന്റെ കൈ നീട്ടി ചെവുക്കനമ്പളൊക്കെ എടാ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? നീ ഇങ്ങനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഗീതം എന്ന് പറയുന്ന ഒരു തപസ്യാണ് അല്ലേ? അയ്യോ നീ തപസ്യ എനിക്കുണ്ട്. പിന്നെ അവർക്കെല്ലാം അറിയാം എനിക്ക് തപസ്യുണ്ട്. സംഗീതമാകുന്ന ആഴക്കടലിൽ മുങ്ങിത്തപ്പി കക്കയെ ഞവണിക്കാൻ മാറുന്ന ഒരുത്തനാണ് ഞാൻ. അങ്ങനെ മുങ്ങിത്തപ്പി വരുന്ന കൂട്ടത്തിൽ നിന്റെ തൊണ്ടയിൽ ഏതെങ്കിലും ഒരു ഞണ്ടിറുക്കി കാണും. അതല്ലേ ഇത്രയും വെള്ളിയും മൊത്തം അക്ഷരത്തെറ്റും പാട്ടുകളെല്ലാം തെറ്റിച്ചാ പാടുന്നത്. ആര് പറഞ്ഞു ഞാൻ തെറ്റിച്ചു പാടുന്നത്? ഏത് പാട്ടാ ഞാൻ തെറ്റിച്ചു പാടി? പറ. മറ്റേ ഞാൻ വെളിയിൽ നിന്ന് പോയി പാട്ട് കേട്ടാ. ഏത് പാട്ട് കേട്ടു? മറ്റേ കരളിലെ മോഹം കതിരണിയാനായി. ഒന്ന് പാടിക്കട. ഒന്ന് കരളിലെ മോഹം തളിരണിയാനായി അവരിരു പേരും അതു ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. എങ്ങനെ? അവരിരു പേരും അതു ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. അവരിരുവരും തപം ചെയ്തു എന്നല്ലോടാ. ഏത് ചെയ്തു? രണ്ടുപേരോട് എന്തോ ചെയ്തേ? പൊന്നു സാറേ, ന്യൂ ജനറേഷൻ കാലഘട്ടമല്ല. അവരെന്തെങ്കിലും ചെയ്യട്ടെ. അവർക്ക് എവിടെ ഇരുന്നോണെങ്കിൽ എന്നാ വെള്ളി എപ്പം വെള്ളു എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ. സാറ് ചുമ്മാതെ തന്തവായി പഠിക്കരുതേ. നീ ന്യൂ ജനറേഷൻ സിസ്റ്റത്തിലുള്ള പാട്ട് പാടി. ഞാൻ എന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പാട്ടുകൾ മാത്രമേ ഞാൻ പാടാറുള്ളൂ. പിന്നെ നമ്മളിപ്പോ ഒരു പരിപാടിക്ക് എവിടെയെങ്കിലും ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിൽ വെച്ചുള്ള ഒരു പാട്ട് ഞാൻ പാടും. ഉദാഹരണത്തിന് ഞാനിപ്പോ ആലപ്പുഴയിലാണെന്ന് വെച്ചു. പരിപാടിക്ക് ചെല്ലുമ്പോ തന്നെ ഞാൻ അപ്പൊ ഒരു പാട്ട് കൊണ്ട് പാടും. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ. ഞാൻ ഈ പാട്ട് പാടി കഴിയുമ്പോൾ ആലപ്പുഴക്കാർക്ക് അങ്ങ് കോരിത്തെരിപ്പുണ്ടാകും. പിന്നെ പരിപാടി ഗുമ്മാകത്തില്ലേ? അതെ, ഈ ആലപ്പുഴ പട്ടണത്തിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. സംഭവം അതുകൊണ്ട് സംഭവം ഓക്കെയാണ്. ഈ പാട്ട് പിന്നെ കരുനാഗപ്പള്ളിയിലാണെങ്കിൽ എങ്ങനെ പാടും? കരുനാഗപ്പള്ളിയിലാണ് ഈ പരിപാടിയെങ്കിൽ എങ്ങനെ പാടും? കരുനാഗപ്പള്ളി പെരുന്നാള് തിരുനാളാണ് പെരുന്നാളാണ്, കരുനാഗപ്പള്ളി പെരുന്നാള് ഇത് നാടാണ് ഇത് നാടാണ്. അങ്ങനെയാണോ പാട്ട്? പാലാപ്പള്ളി തിരുപ്പള്ളി. അത് പാലായി പാടുമ്പോ കരുനാഗപ്പള്ളി പാടുമ്പോ കരുനാഗപ്പള്ളി പാടും, പാലായി പാടുമ്പോ പാലാപ്പള്ളി പാടും. അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നീ പെടും. എന്നാ ഈ വയനാടിനെ കുറിച്ചൊരു പാട്ട് പാടിക്കാം. അയ്യോ അത് സുഖമല്ലേ അവിടുന്ന് പാട്. വയനാട്ടിലാനകളെഴുന്നള്ളി വയനാട്ടിലാനകൾ. വയനാട്ടിലല്ല, ആറാട്ടിനാനകൾ എഴുന്നള്ളിന്നല്ലേ വരികള്. ഇപ്പൊ എവിടെ ആറാട്ടിന് ആനകൾ എഴുന്നള്ളുന്നത്? ഇപ്പൊ വയനാട്ടിലോട്ടല്ലോ കംപ്ലീറ്റ് ആനകളും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് കയറ്റി പിടിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെയാണ് നീ പെടാൻ പോകുന്നൊരു പാട്ട് ഞാൻ പറയാം. പാടില്ലെങ്കിൽ നിന്റെ ഊപ്പാടിയാൻ വരുന്നത്. അല്ല ഏത് പാട്ടാന്ന് പറഞ്ഞാൽ കാസർഗോഡ് വെച്ചൊരു പാട്ട് പാടിക്കാൻ. നീ കാസർഗോഡ് ശ്രീദേവിയും രാഹുലും വരികവേ. കാസർഗോഡ് വരുന്നത് എവിടുന്നാ? വരുന്നത് കാസർഗോഡ്. കാസർഗോഡ് നിന്നല്ലേ? അപ്പൊ പിന്നെ കാസർഗോഡിന്റെ കാര്യം ഫില്ലായില്ല അവിടെ. അത് ഓക്കെ. വാ കിളി മകളെ. മനസ്സിലായില്ല. ഒരു കിളി പോയതാ കൊച്ചിന്റെ. അതുകൊണ്ട് കളമൊഴിയേ. അതെന്തോന്നറിയാ? അത് അവള് വായ തുറന്ന കള്ളത്തിൽ മാത്രമേ. അരികിൽ നീ വന്നാൽ അരികിൽ നീ നിന്നാൽ പിന്നെ കലവില 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 കലവില. ഈ അവസാനത്തെ കലവില 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 എന്തോന്നു? ആ കൊച്ചു നമ്മളെടുക്ക വന്ന് വർത്താനം പറഞ്ഞു ഞാൻ കലവില കലവില ആദ്യം പറഞ്ഞോണ്ടിരിക്കും. ആ കൊച്ചു പറയുന്നത് നമുക്ക് മനസ്സിലാക്കില്ല, നമ്മൾ പറഞ്ഞ ആ കൊച്ചിനും മനസ്സിലാക്കി. അതാണ് അതിന്റെ പൊരുൾ. പിന്നെ അങ്ങനെ അപ്പുറത്തേക്ക് അഖിലിനെ കുറിച്ചൊരു പാട്ടോട് ഇപ്പൊ അറിയാലോ. കാര്യം അഖിലിനെ കുറിച്ച് ഒരു മീറ്റർ ഇല്ലാത്ത പേരും വെകളി പിടിച്ചൊരു ചെറുക്കനും. അവന് ഏത് പാട്ടിനകത്ത് ഉൾപ്പെടുത്താനാ? നീ തന്നെ പറഞ്ഞാൽ ഏത് പാട്ടിനകത്താണ് നിന്നെ ഉൾപ്പെടുത്തുന്നത്? എന്റെ നാട് കൊല്ലവാ. കൊല്ലം വെച്ച് നിനക്കൊരു പാട്ട് പാടാൻ എന്റെ പൊന്നു മോനെ നിനക്കൊരു പൊന്മോതിരം ഞാൻ ഇട്ട് തരും. നിസ്സാരം, അതൊക്കെ എന്റെ ഫേവറേറ്റ് പാട്ടുകളല്ലേ അവിടുന്ന്. പാടിക്കേ. ഇക്കൊല്ലം നമുക്ക് കൊടമില്ല കുഞ്ഞേച്ചി കിടപ്പിലല്ലേ. ഇതിനകത്ത് എവിടെ കൊല്ലം വന്നത് പറ. ആരും ശ്രദ്ധിക്കാത്തോണ്ടാ. ഇക്കൊല്ലം നമുക്ക് കൊണല്ലടി കുഞ്ഞേച്ചി കിടപ്പിലല്ലേ. ഓ ശരിയാണ്. സിറ്റുവേഷൻ വെച്ചൊക്കെ പാടി പിടിച്ചൊക്കെ പോകുന്നു. അതെ അങ്ങനെ ഞാൻ പാടുന്നതുകൊണ്ടാണ് എനിക്കിപ്പോ ഈ സീസൺ ആകുമ്പോഴത്തെ 45 പരിപാടി കൂടി എനിക്ക് നടത്താനുണ്ട്. എല്ലാം കൃത്യം 10 മണിക്ക് തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു. 45 പരിപാടി കൃത്യം 10 മണിക്ക് തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു. എടാ മണ്ട, ഇത്രയും വന്ന് ഇവിടെ വിഷയം ഉണ്ടായതിനാണ്. 10 മണിക്ക് ശേഷം മൈക്ക് സാങ്ഷൻ ഇല്ലാത്തോണ്ടല്ലേ. പിന്നെ നിന്റെ ഈ പരിപാടി 10 മണിക്ക് ശേഷം എങ്ങനെ കളിക്കാനാടാ ഇതൊക്കെ? അപ്പൊ സാറേ ഞാൻ എന്നാ സാറേ വെള്ളം കഴിക്കാൻ മേടിക്കുന്നത്? എന്റെ അടുത്ത് പൈസക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അടുത്തൊക്കെ പോയി നിന്ന് കാരാ വല്ലം കിട്ടിയാ കിട്ടി. കൂടും കുടുംബവുമുള്ള കലാകാരന്മാരുടെ ജീവിതം ക്ലൈമാക്സ് അടിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തെ അവന്റെ കൂടും കുടുക്കായിട്ട് വരുന്നത്. പൈസ വേണം കിട്ടണമെങ്കിൽ. എന്നാ പിന്നെ
ആലോചിക്കുമായിരുന്നേ ഇവരുടെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. ശ്വേത ചേച്ചി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇല്ലേ? ബിക്കോസ് വിത്ത് മ്യൂസിക് ആയിരുന്നു ആ പാട്ടൊക്കെ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. പാട്ട് പരിപാടി ആയിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ വിജയിപ്പിച്ചേനെ അല്ലേ? മനോജ് ചേട്ടൻ നന്നായിട്ട് ഭയങ്കര ഫീലിലാണ് പാടിയത്. പാട്ടിന് നമ്മൾ 100 മാർക്ക് കൊടുക്കാം. പിന്നെ 100 110 കൊടുക്കാം. എനിക്ക് രണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മറ്റേ ഇക്കൊല്ലം നമുക്ക് അത് കൊല്ലത്തിന് പാട്ട് അടിച്ചു കൊടുത്തില്ലേ, അത് പിന്നെ കരുനാഗപ്പള്ളി, അത് രണ്ട് ഭയങ്കര രസമായിരുന്നു. ആ പാട്ട് മിക്സ് ചെയ്തോണ്ടല്ലോ, സ്ഥലപ്പേര് വെച്ചിട്ട് പാട്ട് മിക്സ് ചെയ്ത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ആ പാട്ട് പാടി ആ പാട്ടിലെങ്കിലും ഇതൊരു പാട്ട് മത്സരമാണെന്ന് അവര് തന്നെ വിചാരിച്ചു പോയി. സ്കിറ്റാണെന്ന് മറന്നുപോയി. അതിന്റെ ഇടയ്ക്ക് ചേട്ടൻ പറഞ്ഞു ഇതില് തേടിന്നെന്തോ എന്താന്ന് ചോദിച്ചില്ലേ, അപ്പൊ ഏതൊരു ഫീമെയിൽ സിംഗർ നിങ്ങളുടെ കാണാതെ ആ ഫീമെയിൽ സിംഗർ ആണോ ഈ തിളച്ചി? സൂപ്പർ ആയിരുന്നു. പക്ഷെ എനിക്കൊരു ആഗ്രഹം, നിങ്ങൾ ആ സ്ഥലപ്പേര് വെച്ച് പാടിയപ്പോ ഞാൻ വരുന്നത് കോതമംഗലം. ഒരു കോതമംഗലം പാട്ട് കേൾക്കാൻ പറ്റുമോ നോക്കാം. കോതമംഗലം കോതമംഗലം നീ മാമസഖി മംഗലം നീ. ഇതാണ് കിടിലൻ സാധനം. അതെ, അത് റെക്കോർഡ് ചെയ്ത് വാട്സാപ്പിൽ കൊടുക്കില്ല അവൾക്ക്. ശരി, എന്നാ ഞാനിപ്പോ ക്ലൈമാക്സ് പറയാൻ പോവാണ്. എന്നാ സംഭവം മനസ്സിലായല്ലോ ശ്വേത ചേച്ചി? അതെ, നമ്മുടെ ബാറ്ററിയുടെ ചാർജ് അവിടെ നോക്കിക്കോ, അവിടെ നോക്കിക്കോ, തിരിച്ചു നോക്കിയോ. ₹28,000 ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല എമൗണ്ട് ആണ്. പക്ഷെ ഇതിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. എലീന, കാര്യം പറയട്ടെ, ഇവര് ശർമ്മയും മനോജേട്ടന്റെയും ഒരുപാട് സ്കിറ്റ്സ് ഞാൻ കണ്ടതും ലൈവ്. ഓക്കെ. അപ്പോ ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ജസ്റ്റ് വാമപ്പ് ആണ്. അതെ, ഇതൊക്കെ മേലെ സത്യം പറഞ്ഞാല് ബാറ്ററി പൊട്ടിത്തെറിക്കണം ഇവരെ പെർഫോമൻസിൽ. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്തായാലും 28,000 ഞാൻ ഇപ്പൊ തരുന്നു. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത തവണ 2 ബാറ്ററി കേൾക്കണം കേട്ടോ. ആഹാ, ജാൻമണി, എന്തോ ഈ പാതിരാത്രി ഈ സമയത്ത് എവിടെ പോണം? ഞാൻ ബേത്തരി സാജാക്കന് വേണ്ടി പോവാ. എവിടെ? ബേത്തരി സാജിതാ വേണ്ടി പോവാ. ഈ രാത്രി ബാറ്ററി ചാർജ് ചെയ്യാൻ പോണോ? അതെ. എവിടെ പോന്ന്? ബേത്തരി സാജിതാ വേണ്ടി. രാത്രി 10 മണിക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പോണം. പിന്നെന്താ, ഞാൻ ബേത്തരിയിലെ സാജ് കേട്ടാൻ പറ്റില്ലേ? ജാൻമണി, എന്തോ രാത്രിയാണ്, ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റൂല. ജാൻമണി പോണ്ട. എനിക്ക് ബേത്തരി സാജ് കേട്ടാൻ വേണ്ടി പോണം. ജാൻമണി പോണ്ട. പോണം. പോണ്ടെന്ന്. എനിക്ക് പോണം. ജാൻമണി പോവരുത്. എനിക്ക് പോണം. എനിക്ക് പോണം. എനിക്ക് പോണം. എനിക്ക് ബേത്തരി സാജ് കേട്ടാൻ പറ്റത്തുള്ളൂ. എനിക്ക് ബേത്തരി സാജിതാ പോണം. ജാൻമണി, ജാൻമണി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആ ബാറ്ററി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ബേത്തരി ആ 2 സൈഡ് 2 ബാറ്ററി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. എവിടെയാ? ഞാൻ കേത് കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഇത്ര നേരം ഈ പോക്കറ്റിലുണ്ടായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ പോയി കാണുമായിരുന്നു. എന്നാ നമുക്ക് ചായക്കടയിൽ പോയി തപ്പാം. അയ്യോ, കളിയാക്കിയതാന്ന് മനസ്സിലാത്ത ഇങ്ങനത്തെ ഒരു മണ്ട. ഒരു ചെണ്ട ഉണ്ടെന്നെങ്കിൽ ഇവന്റെ കൈ കൊടുത്തിട്ട് ചണ്ട കൊട്ടുന്ന കുരങ്ങനാന്ന് പറഞ്ഞ് വെക്കായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല. കയ്യും കാലും തളരുമ്പോ തന്നെ നിർത്തിക്കും. കണ്ടുപിടിച്ചേരണം. എന്റെ തബല ഒന്ന് നിർത്ത്.
സുരേഷ് ഗോപി ഒന്നും നോക്കത്തില്ല. എന്റെ ദേഹത്തോട്ട് ഒരു അടി അങ്ങോട്ട് വെച്ച് തരും. നീ രാമനാഥനാണല്ലേ? ഭാഗ്യം, ക്യാരക്ടർ രജിസ്റ്റർ ആയല്ലോ. ഇനി ഞാൻ പിടിച്ചോളാം. അല്ല, ഇതൊക്കെ ചോദിക്കാം നിങ്ങളാരാ? എനിക്ക് 10 തലയുണ്ട്. ഒരു തലയിലെ ഡയലോഗ് പോലും ഇവൻ ഓർമ്മിച്ചേക്കാൻ പറ്റില്ല. പിന്നെ 10 തല. ഞാൻ മോഹൻലാലല്ലേ? എന്നെ എന്തിനാ കളിയാക്കിയത്? എന്നെ കുറിച്ച് പറഞ്ഞു കൊടു. ഇത് ബ്രോക്കർ സണ്ണി. ബ്രോക്കർ സണ്ണിയോ? നിന്റെ കല്യാണം നടത്തി തന്ന ഞാനാണോടാ? ഇതാണ് ഡോക്ടർ സണ്ണി. ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്നാ എന്നെയും കൂടി ഇച്ചിരി ഞെട്ടിക്കോ. എനിക്ക് ഞെട്ടുന്ന ഇഷ്ടമാ. ഞെട്ടണോ? ഞെട്ടണം. തിരിയോ? ഞെട്ടിയോ? ഞെട്ടി. ഇനി അവനെ ഞെട്ടിപ്പിക്കും. ഇവിടെ ഇടപ്പള്ളിയിലെ നാഗവല്ലി ഗംഗയാണ്. എടപ്പള്ളിയാ? അങ്ങനത്തെ ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ. മാടമ്പള്ളിയാണ്. മാടമ്പള്ളിയിലെ നാഗവല്ലി ഗംഗയാണ്. നകുലൻ ഉറങ്ങുന്നതും ഉണരുന്നതും കൃത്യമായിട്ട് ഗംഗയ്ക്ക് അറിയാം. അപ്പൊ അത് ഗംഗയല്ല, അലാറം ക്ലോക്ക്. പറയുന്നത് എന്റെ ഗംഗ നാഗവല്ലിയാണെന്നാണ്. 3 മിനിറ്റായി തൊണ്ട പൊട്ടി പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പഴാ കണ്ടന്റ് കിട്ടിയത്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് നിന്റെ ഗംഗയ്ക്ക് പനിയോ ജലദോഷം ഒന്നും വന്നാലല്ലോ. മുട്ട പ്ലീസ്, അവളെ നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിന്റെ ഗംഗയ്ക്ക് വേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴി കൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കാം. ഒരു പ്രാന്തനെ പോലെ കൂടെ ടാർച്ചും കൊണ്ട് ഞാൻ പറഞ്ഞോ ഒരു ധൈര്യത്തിന്. അയ്യോ വേണ്ടേ എന്റെ ദൈവമേ, ആദ്യം നാഗവല്ലി, ഇപ്പി ഒരു പ്രാന്തൻ. ഇവര് ഈ കൊട്ടാരം നശിപ്പിക്കും. ശരിക്കും ഗംഗയ്ക്ക് എന്താ അസുഖം? ഞങ്ങൾ സൈക്കിട്രിസ്റ്റിന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ തെറ്റിപ്പിച്ച് ലാഗ് അടുപ്പിക്കല്ലേ ഡോക്ടർ, അത് മതി. ആ ഭാഷയിൽ പറയുവാണെങ്കിൽ ഈ മോഹൻലാലിന്റെ ഫിഗർ ആണോ ചെയ്യുന്നത്, അല്ല തിക്കുറിശിയുടെ ഫിഗർ ആണോ ചെയ്യുന്നത്? പറയാൻ ഒന്നെങ്കിൽ തെന്ന് പറയും, അല്ലെങ്കിൽ മൾട്ടി ഫിഷ് എന്ന് പറയും. മൾട്ടിഫിക്കേഷൻ ആണോ? അതങ്ങനെ അല്ലല്ല, മൾട്ടി വിക്സ്. ഇപ്പൊ എനിക്ക് കിട്ടി. നല്ല വിക്സ് ആണെങ്കിൽ എനിക്കും കൂടി തരണേ. എനിക്കും തലവേദനയുണ്ട്. നിനക്കുള്ള വിക്സ് നാഗവല്ലി വരും. നോക്കണ്ട, ഫസ്റ്റ് തെറ്റിച്ചപ്പോഴേ ഗ്രൂമറങ്ങൾ ഇറങ്ങി ഓടി. എങ്ങോട്ട് ഓടിയാലും ഡയറക്ടർ സാർ ഓടിച്ച് പിടിക്കുകയും ചെയ്യും, കൊടുക്കേണ്ടത് കൊടുക്കും. ഇങ്ങോട്ടൊന്ന് ഡാൻസ് കളിക്കാൻ വിളിക്കോ, അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു പോണു. മിക്കവാറും നാഗവല്ലിക്ക് ബൊഫേ ആവും. നാഗവല്ലി വരേണ്ട ഇത്രക്ക് ലാഗ്. ശരിക്കും നാഗവല്ലി എന്നുള്ള പേര് മാറ്റിയേ ലാഗവല്ലി നാക്കണം. കറക്റ്റ്. ചെലപ്പോ നാഗവല്ലി മേക്കപ്പ് റൂമിലായിരിക്കും. അതെങ്ങനെ മനസ്സിലായി? എടാ, പെണ്ണുങ്ങൾ മേക്കപ്പ് റൂമിൽ കയറിയ പെട്ടെന്ന് വന്നിട്ടുള്ള ചരിത്രം നീ കേട്ടിട്ടുണ്ടോ? അല്ല ശ്വേത ചേച്ചി. സണ്ണിയുടെ ഗംഗ എവിടെ? ഇവരിതുവരെ വിട്ടില്ല. എന്നാ ഞാൻ പോയി പാടി വിളിച്ചോണ്ട് വരാം. ഡയലോഗ് മീറ്ററി പറയാത്ത ഇവനാണ് പാടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നകുല? ഇനിയൊന്നും ചെയ്യാനില്ല. ആദ്യം നാഗവല്ലി ആയിരുന്നു നമ്മുടെ ശത്രു. ഈ സ്കിറ്റ് കഴിഞ്ഞപ്പോ ഇവരൊക്കെയാണ് നമ്മുടെ ശത്രു. ഇനി ഇവര് തീരുമാനിക്കട്ടെ അവർക്ക് വെട്ടാൻ നമ്മൾ ഏത് ഡമ്മിയെ വേണോന്ന്. നമുക്ക് ഇവിടെ മിണ്ടാതി നിന്നു കൊടുക്കാം. അതെ, ഇപ്പൊ പുതിയ കുറെ ആൾക്കാരെയൊക്കെ കണ്ടോ? അവർക്ക് സ്കിറ്റ് ഒക്കെ ഇഷ്ടമായും ചോദിച്ചു അവരോട്. ഇഷ്ടായല്ലോ. എത്ര ദിവസം എടുത്തു നിങ്ങൾ ഇത് പഠിക്കാൻ? 3. ആഹാ, അപ്പൊ സൂപ്പർ. നല്ലൊരു കൈയടി കൊടുക്കണം അല്ലേ? ലക്കി കുട്ടി, നീ ഇങ്ങനെ പോയാൽ പൊസിഷൻ എല്ലാം മാറി. ഇതാണ് ഒറ്റക്കിരിക്കുന്നതാണ്. ഞാൻ തനിച്ചാടാ. എന്തായാലും 3 പേരും 3 കുട്ടികളും നന്നായി സൂപ്പർവായി ചെയ്തു. നല്ല ടൈമിംഗ് ആയിരുന്നു. സുരേഷ് ഗോപിയുടെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് അത് അവിടെ ഭയങ്കര ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ സൈഡിൽ നിന്നുകൊണ്ട് സിഗ്നേച്ചർ സ്റ്റെപ്പ് ഇടുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ആ സ്റ്റെപ്പ് ഒന്നാണ് കാണിക്കുന്നത്. എന്റെ വക ഒരു കളരി ഞാൻ കൊണ്ടുവന്നത്. ഓ, ആദികേശിന്റെ വക കളരി കൊണ്ടുവന്നിരിക്കുകയാണ്. പെർഫോമൻസ്
മിസ്സായിരുന്നു. ഓ അപ്പൊ എന്തായാലും നിങ്ങളുടെ പെർഫോമൻസിന് എത്രയാണ് ബാറ്ററി ചാർജ് അയക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? മനസ്സിലായല്ലോ അല്ലേ? നോക്കണ്ടേ? പിന്നെ നോക്കണം. പിന്നെ ബാറ്ററി ചാർജ് ആവണ്ടേ? അടിപൊളി. എടാ 15, അതായത് 15,000 എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു എമൗണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ശ്വേത ചേച്ചി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ പിള്ളേര് പൈസ കൈകാര്യം ചെയ്യണ്ട. അതാണ്. അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യൂല. അല്ല, ഞാൻ അവരുടെ പേരൻസിന്റെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ പേരൻസിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. തരണേ. ആൻഡ് ഇതാ 15,000 rupees ആണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി നിങ്ങൾ വരുമ്പോ ഈ 15,000 നിന്നും ഇനിയും ഒരുപാട് പൈസ നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ. അതിനെന്താണ് വേണ്ടത്? പവർഫുൾ ആയിട്ടുള്ള തമാശകൾ വേണം. തമാശ. கொஞ்சம் நின்னின்பம் என் நெஞ்சில் வீண மூடும் ஈனம் பாடும் ஈராவில் என் மோகம் சூடும் தென்னல் கரளில் சின்னம் பொன் திங்கள் என்னும் நாதம் லயம் வீண தேடுന്നു ഉണരു നീ വീണേ ചൊരിയു നീ രാഗം ഉണരു നീ വീണേ ചൊരിയു നീ രാഗം கொஞ்சம் நின்னின்பம் என் நெஞ்சில் வீண மூலம் ஈனம் பாடும் ஈராவில் என் மோகம் சூடும் தென்னல் கரளில் சின்னும் பொன் திங்கள் என்னும் നാദം ലയ വീണ തേടുന്നു. ഉണരു നീ വീണേ ചൊരിയു നീ രാഗം ഉണരു നീ വീണേ ചൊരിയു നീ രാഗം. അടിപൊളി പെർഫോമൻസ്. എന്നെ എനർജി ആയിരുന്നു. ഡയാനയുടെ ഭാഷയിൽ ഒരു കൊടുക്കാറ്റ് പോലെ. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല, യൂട്യൂബ് നോക്കി കളിക്കും. എന്റെ അമ്മ, യൂട്യൂബ് നോക്കി ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ സാധാരണ ഈ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം വേറൊരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോൾ ടീച്ചർ പെട്ടെന്ന് വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞ് പൊക്കി നിർത്തത്തില്ലേ? അങ്ങനെ ഒരാളെ ഞാൻ ഇവിടെ പൊക്കി നിർത്താൻ പോവാണ്. അനികേഷ്, എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് വാ, പണിഷ്മെന്റ് ആണ്. ഇങ്ങോട്ട് വാ. ഇത്രയും ഗംഭീര പെർഫോമൻസ് ഇവിടെ നടക്കുമ്പോഴും ഒരു തവണ പോലും ജസ്റ്റ് ഒന്ന് നോക്കിട്ട് ഡാൻസ് അല്ലേ എന്നിട്ട് ഇവിടെ നിന്നിട്ട് കുത്തി വരച്ചോണ്ടിരിക്കുവായിരുന്നു എന്നാണ് എനിക്ക്. നാളെ കണക്ക് പരീക്ഷ. എന്തായിരുന്നു അവിടെ പരിപാടി? എന്റെ ലവ് ലെറ്റർ. നിന്റെ എന്തെങ്കിലും ബില്ല് വന്നാ? കറണ്ട് ബില്ലാ? നിങ്ങൾ വായോ. എന്റെ അമ്മോ. Oh my god. ഞാൻ വരട്ടെ? ചേച്ചി വായോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, എങ്ങനെയുണ്ടെന്ന് പറയണേ. അടിക്കല്. No, never. ഇനി ഞാനൊന്ന് അതെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്.
ലൈഫുള്ള പിക്ചർ എന്നൊക്കെ പറയാം, പെയിന്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. ചേച്ചി ഇല്ല, അത് വരയ്ക്കുമ്പോ അങ്ങനെ വരുന്നയാ, ഡോണ്ട് വെറി. ചേച്ചി ഇല്ല, കോണ്ടൂറിംഗ് ചെയ്തിട്ടുണ്ട്. മേക്കപ്പിൽ നമുക്ക് കോണ്ടൂറിംഗ് ചെയ്യാൻ പറ്റുമോ? അത് വേറൊരു ആംഗിൾ. ഇല്ല, ഞാൻ മറ്റേ കൊച്ചിലത്തെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്തു. സോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എങ്ങനെയാ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന യുവർ വർക്ക്? ഐ നോ ദാറ്റ്. ഇല്ല, ഞാൻ കുറെ വർഷങ്ങളായിട്ട് വരയ്ക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ സ്ട്രീറ്റ് ഡ്രോയിങ് ചെയ്യുന്നതാ. സ്പോട്ടിലെ ആളുകളുടെ വീഡിയോ ആണ് നമ്മളിങ്ങനെ കാണുന്ന റാൻഡംലി പീപ്പിളിന്റെ വരച്ചു കൊടുക്കുന്നത്. അത് തന്നെ. അത് ഇവനായിരുന്നല്ലേ? അല്ല, ഈ ലിപ്സ് എല്ലാം നോക്കിയോ? ലൈഫ് ലൈഫ്. ശ്വേത ചേച്ചിയുടെ ബർത്ത്ഡേ ഇത്രയും കളർഫുൾ ആക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ്. മെസ്സിയാവല്ലേ, മെസ്സിയാവല്ലേ. To everyone. Thank you so much. But then we need you for another episode as well. എന്നാലും നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. ഒരിക്കൽ കൂടി ശ്വേത ചേച്ചി ഹാപ്പി ബർത്ത്ഡേ.